ഹലോ നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ കമലയിടത്തെയും വൈജയന്തിയായിട്ടോ കാണിക്കുന്നത്. ആരോ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. കമലയിടത്തി ഡോർ തുറക്കാൻ പോകുന്ന സമയത്ത് ശിവേട്ടനാണ് കേട്ടോ. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു ശിവേട്ട? ഏറ്റുമാനൂരിൽ നിന്ന് വരുമ്പോൾ ഒന്ന് കടപ്പാട്ട് കയറി എന്ന് പറയാണ് ശിവേട്ടൻ. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, അവിടെ എന്തിനാണ് ഇപ്പോൾ പോയേ എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, ഒന്ന് ബാലചന്ദ്രനെ കാണാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴേക്കും ആ വീട്ടിൽ ആരുമില്ല, വീട് പൂട്ടിയിരിക്കുക എന്ന് പറയാണ്. അന്നേരം എല്ലാവരും ചോദിക്കുന്നുണ്ട്, അവിടുന്ന് എല്ലാവരും എവിടെ പോയി എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയാണ്, അറിയില്ല, ബാലചന്ദ്രനെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അയാൾ എടുക്കുന്നു പോലും ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, ആ ഗോവർദ്ധനം ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയാണ്, ഞാൻ വരുന്ന സമയത്ത് ഒന്ന് ജ്വല്ലറി കയറി നോക്കി, അവിടുന്ന് ഗോവർദ്ധനെയും വിളിച്ചുകൊണ്ട് ആ ബാലചന്ദ്രൻ പോയി എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയാണ്, ഗോവർദ്ധനെയും വിളിച്ചുകൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാന്ന് പറയാണ്. എന്നിട്ട് കമല പറയുന്നുണ്ട്, ആദ്യം വീട്ടിലുള്ളവരെ എവിടെ പോയി അന്വേഷിക്കുക, എന്നിട്ടല്ലേ നാട്ടിലുള്ളവരെ കുറിച്ച് ആലോചിക്കേണ്ടതെന്ന് പറയാണ്. എന്നിട്ട് ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മക്കൾ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിരുന്നോ പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, പോയാൽ തന്നെ വരേണ്ട സമയം കഴിഞ്ഞില്ലേ. എന്നിട്ട് കമലയെടുത്ത് പറയുന്നുണ്ട്, അവർ സിനിമക്ക് വല്ലതും പോയതായിരിക്കും, നീ ഒന്ന് വിളിച്ചു നോക്ക് വൈജയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിത കേട്ടോ ഫോൺ എടുക്കുന്നത്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഹലോ എവിടെയാണ് പോയതാന്ന് പറയുന്നുണ്ട്. അന്നേരം ഒന്നും കേൾക്കാൻ വയ്യ കേട്ടോ. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ തിയേറ്ററിലാന്ന് പറഞ്ഞിട്ട് വൈജയന്തി പറയുന്നുണ്ട്, ഇറങ്ങിയിട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശിവേട്ടനോടും കമലടുത്തോടും പറയുന്നുണ്ട്, അവർ തിയേറ്ററിലാന്ന് പറയുന്നുണ്ട്. അന്നേരം കമലടുത്ത് പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, അവർ സിനിമക്ക വല്ലതും പോയതായിരിക്കും എന്ന്. എന്നിട്ട് വൈജയന്തി ശിവേട്ടനോട് ചോദിക്കുന്നുണ്ട്, ശിവേട്ടൻ എന്തിനാണ് ഇപ്പോൾ ബാലേന്ദ്രനെ കാണാൻ പോയത്? അന്നേരം ശിവേട്ടൻ പറഞ്ഞു, നിൻ്റെ കാര്യം സംസാരിക്കാൻ വേറെ എന്തിനാണ് ഞാൻ പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വൈജയന്തി പറയാണ്, എൻ്റെ കാര്യം എന്തിനാ സംസാരിക്കുന്നത് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയാണ്, നീ ഇങ്ങനെ ഇവിടെ നിന്നാൽ മതിയോ, പോകണ്ടേ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക്, നിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നത്, ബാലേന്ദ്രനെ എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്നെ വേണ്ട, എൻ്റെ ചോരയും നീരൊക്കെ കുടിച്ചു, ഞാൻ കിളവിയായില്ലേ, ഇനി ആരെങ്കിലും പൈസ കാണിച്ചാൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ വരൂലേന്ന് ശിവേട്ടനോട് പറയണം. അന്നേരം ശിവേട്ടൻ പറയാണ്, നീ ഒരു പെണ്ണല്ലേ, നിന്നെ ആരെങ്കിലും പൈസ കാണിച്ചാൽ നീ ആരെങ്കിലും കൂടെ പോകുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വൈജയന്തി പറയാണ്, ഇതെന്ത് വാർത്താണ് ആ ശിവേട്ട പറയുന്നതെന്ന് പറയാണ്. അല്ല, നീയല്ലേ പറഞ്ഞേ പൈസയും സ്വർണവും കാണുമ്പോൾ ഏത് പെണ്ണുങ്ങളായാലും പോകും, അതുകൊണ്ട് ചോദിച്ചത്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അല്ല അങ്ങനെ പോകുന്ന പറഞ്ഞേ പറയാണ്. അന്നേരം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, അത് ഏത് പെണ്ണാന്ന് പറ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, കണ്ട പെണ്ണുങ്ങളെല്ലാം ലിസ്റ്റ് എടുത്തു നോക്കലല്ലേ എൻ്റെ പണിയെന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, കഴിഞ്ഞ 23 വർഷമായിട്ട് നിന്നെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പെണ്ണിൻ്റെ ലിസ്റ്റാണ്, അത് ഏത് പെണ്ണാണ് എന്ന് പറയാണ് ശിവേട്ടൻ. അലീനയുടെ പേരൊഴികെ നീ വേറെ ഏത് പെണ്ണിൻ്റെ പേരെങ്കിലും ലിസ്റ്റ് പറയടി എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയാണ്, അതെന്താ അലീനയുടെ പേര് മാത്രം ഒഴിച്ചു വെക്കുന്നേ എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, അലീനയുടെ പേരെങ്ങാനും നീ പറഞ്ഞാൽ നിൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കുമെന്ന് പറയാണ്. ആ സമയത്ത് വൈജയന്തിൻ്റെ മുഖമല്ല എന്തോ പോലെ ആയിട്ടോ. എന്നിട്ട് പിന്നെയും ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, പറയടി, ബാലേന്ദ്രൻ പിടിച്ച പെണ്ണിൻ്റെ പേര് പറയടി എന്ന് പറയാണ്. ആ സമയത്ത് വൈജയന്തി റൂമിലേക്ക് പോകാൻ ഒരുങ്ങാട്ടോ. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, നിൽക്കടി, നീ എവിടേക്കാണ് ഇങ്ങനെ ഒളിച്ചോടുന്നേ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ എവിടേക്കും ഒളിച്ചോടുന്നില്ല, ഒരു പെണ്ണിൻ്റെ വിഷമം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയാണ്. നീയല്ലേ പറഞ്ഞത് നിൻ്റെ ചോരയും നീരൊക്കെ വറ്റിയെന്ന്, അതെന്താണെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നീ എപ്പോഴെങ്കിലും ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നീ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലി ചെയ്യുന്ന പണം കൊണ്ട് നീ ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തിയിട്ടുണ്ടോ? നിൻ്റെ മക്കൾക്ക് ബാലേന്ദ്രന് എപ്പോഴും ശല്യം മാത്രമല്ലേ നീ ചെയ്തിട്ടുള്ളൂ. 23 വർഷം കൂടെ ജീവിച്ചിട്ട് നീ ഒഴിഞ്ഞു പോകുമ്പോൾ അയാൾക്കത് ഫീൽ ചെയ്തില്ലെങ്കിൽ അത് നിൻ്റെ കുഴപ്പം മാത്രമാണ്. നീ എപ്പോഴെങ്കിലും അയാൾക്ക് സമാധാനം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറയായിരുന്നു. എന്നിട്ട് ശിവേട്ടൻ പിന്നെ പറയുന്നുണ്ട്, എന്നെപ്പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കമലയെടുത്തിക്ക് ഒരു ദേഷ്യം പോലെ വന്നു കേട്ടോ. എന്നിട്ട് കമലയെടുത്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ ശിവേട്ട അങ്ങനെ പറയുന്നത്, ഞാനെന്താ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയാണ്. അന്നേരം ശിവേട്ടൻ പറയാണ്, ഞാൻ കുറച്ചെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഗൾഫിലായതുകൊണ്ട് ഞാൻ അത്ര അനുഭവിക്കേണ്ടി വന്നില്ല, അതിനേക്കാളും ഇരട്ടി ബാലേന്ദ്രനെ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയാണ്. നീ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് ശിവേട്ടൻ ചോദിച്ചപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അത് എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയാണ്, മക്കൾ പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിയ ശേഷം നിൻ്റെ പൈസ വേണ്ടാന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, എടി വൈജയ്, കാശ് എന്ന് പറയുന്ന സാധനം ആവശ്യ സമയത്ത് ആവശ്യം പോലെ ഉപയോഗിക്കേണ്ടതാണ്. തണുപ്പ് കാലത്ത് കൊടുക്കേണ്ട പുതപ്പ് ചൂട് കാലത്ത് കൊടുത്താൽ അതെന്ത് ഉപകാരമാണ് വൈജയുള്ളത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വൈജയ് പറയാണ്, എന്നെ വേണ്ടാത്തവർക്ക് എനക്കും വേണ്ട, കഴിഞ്ഞില്ലേ കാര്യം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി റൂമിലോട്ട് പോവാട്ടോ.
പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോളെയും ബബിതയും കേട്ടോ. കൃഷ്ണമോള് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ബബിത ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അലിന ചേച്ചി ഉറങ്ങിയോ, കണ്ടില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, ഉറങ്ങിയില്ല എന്ന് തോന്നുന്നു, രേവതിക്കുട്ടിയുടെ റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണമോള് ബബിതയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇവിടെ വന്നിട്ട് എന്ത് തോന്നുക എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, നല്ല വീട്, നല്ല ആൾക്കാർ എന്നൊക്കെ പറയാണ്. എന്നിട്ട് കൃഷ്ണമോള് പറയാണ്, രേവതിക്കുട്ടിയെ ഇവരെ എങ്ങനെ നോക്കുന്നതെന്ന് കണ്ടോ, രേവതിക്കുട്ടി ഇവിടെ ഒരു ജോലിക്കാരിയായിട്ടല്ലേ വന്നത്. അന്നേരം ബബിത പറയുന്നുണ്ട്, അത് ശരിയാ, അവരെ വീട്ടിലെ ഒരാളെ പോലെ തന്നെയാണ് രേവതിക്കുട്ടിയെ ഇവർ നോക്കുന്നത്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, രേവതിക്കുട്ടിയെ ഇവർ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് നമ്മളെ വീട്ടിൽ അലിന ചേച്ചിയൊക്കെ ആണെങ്കിലോ അമ്മ എറിഞ്ഞോടിക്കട്ടി ചേച്ചി എന്നൊക്കെ പറയാണ്. അന്നേരം കവിത പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അമ്മയുടെ മനസ്സ് പാവാണ്, പുറത്ത് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് പറയണം. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ശരിയാ, ഞാൻ ജനിച്ച അന്ന് മുതൽ അമ്മേനെ ഞാൻ കാണുന്നതല്ലേ, ഇതേ സ്വഭാവമാണ്, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അമ്മ ഇങ്ങനെ ആയെന്ന് പറയാണ്. അങ്ങനെ ബബിത പറയുന്നുണ്ട്, നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയാട്ടോ. അങ്ങനെ രണ്ടുപേരും കിടക്കാട്ടോ. കിടന്നിട്ടാകുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, നമ്മൾ എത്ര നാളായില്ലേ ഇങ്ങനെ ഒന്നിച്ച് കിടന്നിട്ട്. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മയിലെ നമ്മളെ റൂം മാറ്റിയത്, ഇന്ന് രാവിലെയും കൂടി നമ്മൾ ഉറങ്ങിയതാണല്ലോ എന്നൊക്കെ പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അങ്ങനെയല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായി എന്നൊക്കെ പറയാണ്. എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവർ ഉറങ്ങിയിട്ടോ. ആ സമയത്താണ് വൈജയന്തി ഇവരെ ഫോണിൽ വിളിക്കുന്നത്. എന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, എടുക്കണോ നോക്കിയാണ്. അന്നേരം കൃഷ്ണമോള് പറയാണ്, എടുക്ക്, ആ കമലാൻറ്റി ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അത് പറയാനായിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് എടുത്ത ഉടനെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് ചോദിക്കുന്നതാണ്. അന്നേരം ബബിത പറയാണ്, എടുത്ത ഉടനെ ക്വസ്റ്റ്യനിങ് ആണോ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെയല്ലേ ചോദിക്കേണ്ടതെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട, ഇപ്പോൾ നീ എവിടെയുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണമോള് പറയാണ്, ഫോൺ സ്പീക്കറിലിട്ട് കേൾക്കട്ടെ എന്ന് പറയാണ്. എന്നിട്ട് അങ്ങനെ സ്പീക്കറിലിട്ടതിന് ശേഷം വൈജയന്തി പിന്നെയും ചോദിക്കുന്നുണ്ട്, എവിടെയാണെന്ന്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ എറണാകുളത്താണെന്ന്. എറണാകുളം എവിടെയാണെന്ന് ചോദിക്കുകയാണ് വൈജയന്തി. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അലിന ചേച്ചിയുടെ കൂടെ വന്നതാണ്, അച്ഛൻ എവിടെ പോകണമെന്ന് പറഞ്ഞു. അന്നേരം അച്ഛനോട് അലിന ചേച്ചി ചോദിച്ചു, ഞങ്ങളെയും കൂട്ടിയിട്ട് എറണാകുളത്ത് പോയിക്കോട്ടെ എന്ന്. അങ്ങനെ അച്ഛൻ വിട്ടതാ ഞങ്ങളെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എറണാകുളത്ത് എവിടെ അവളെ നിന്നെ കൂട്ടിക്കൊണ്ട് പോയതെന്ന് പറയാണ്. അന്നേരം ബബിത പറയാണ്, അലിന ചേച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് എന്ന് പറയാണ്. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അനിയത്തിയോ, അവൾക്ക് എവിടുന്ന അനിയത്തി, ഏതോ അനാഥാലയത്തിൽ നിന്ന് വന്ന ഒരു പെണ്ണ്, അതല്ലേ, നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ അവളെ വിളിക്കുമ്പോൾ അവളെ കൂടെ കേട്ടു എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, അച്ഛൻ സമ്മതിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്, പിന്നെ എന്താണെന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയാണ്, അച്ഛൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്, അമ്മ എന്ന ഒരു ജീവി ഇവിടെ ഇല്ലേ, ചോദിച്ചോ നിങ്ങൾ ഒരു തവണയെങ്കിലും എന്ന് പറയാണ്. അന്നേരം ബബിത പറയാണ്, അമ്മ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നോ, അമ്മയുടെ വീട്ടിലല്ലേ ഉണ്ടായിരുന്നത്, പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കണം, അച്ഛൻ സമ്മതിച്ചു, അതുകൊണ്ട് ഞങ്ങൾ വന്നു എന്ന് പറയാണ്. അങ്ങനെ ഒരുപാട് വൃത്തികെട്ട വാക്കുകളും വർത്തമാനങ്ങളും വൈജയന്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം കൃഷ്ണമോള് പറയാണ്, അമ്മ എന്താ ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കുന്നത്, ഒന്നുമില്ലെങ്കിലും എഡ്യൂക്കേറ്റഡ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ബബിത കരയുന്നുണ്ട്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, മതി, ഇനി വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് ബബിതയെ സമാധാനിപ്പിക്കുക കേട്ടോ. എന്നിട്ട് അവർ രണ്ടാളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അലീനയും രേവതിക്കുട്ടിയെയും ആൻറ്റിയും ഒക്കെ ആട്ടോ. അവരുടെ റൂമിലേക്ക് 3 പേരും വരികയാണ്. എന്നിട്ട് ആൻറ്റി ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ കിടന്നുറങ്ങുന്ന അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രേവതിക്കുട്ടി പറയാണ്, കിടന്നുറങ്ങിയാൽ എങ്ങനെ ശരിയാവും, നാളത്തെ പ്ലാനൊക്കെ സെറ്റാക്കട്ടെ, ഉറങ്ങുമൊന്നുമില്ല എന്ന് പറയാണ്. അന്നേരം ആൻറ്റി പറയാണ്, ലൈറ്റ് ഓഫ് ആക്കിക്കോണം എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എല്ലാ ദിവസവും ഞാനല്ലേ ചെയ്യുന്നത്, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് പറയാണ്. എന്നിട്ട് അലീന ആൻറ്റിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഇവളെ സഹിക്കുന്നത് എന്ന് പറയണം. അന്നേരം ആൻറ്റി പറഞ്ഞത്, സഹിച്ചല്ലേ പറ്റൂ, ഇപ്പോൾ അതൊരു ശീലമായി എന്ന് പറയാണ്. എന്നിട്ട് അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, നീ രോഹിത്തിനെ കളിയാക്കുന്നത് ഇനി നിർത്തിക്കൊള്ളണം, നീ അവനെ കളിയാക്കണ്ട എന്ന് പറയാണ് രേവതിക്കുട്ടിയോട്. എന്തായാലും രേവതിക്കുട്ടി പറയുന്നുണ്ട്, സ്വന്തം കൂടപ്പിറപ്പിനെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് പൊള്ളിയല്ലേ എന്നൊക്കെ പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, നീ അധികം കളിച്ചാൽ നിൻ്റെ ഇരട്ടപ്പേര് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറയാണ്. എന്നിട്ട് ആൻറ്റി ചോദിക്കുന്നുണ്ട്, എന്താ ഇരട്ടപ്പേര് എന്ന് പറയാണ്. അന്നേരം കഥകളൊക്കെ പറയാം കേട്ടോ. മരത്തിന് പോയിട്ട് ഒത്തും, അത് എന്തിനാണെന്ന് പോലും ഇവർക്ക് അറിയില്ല, ഡെയിലി അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാണ്. എന്നിട്ട് എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, മരംകൊത്തി എന്ന് പറയാണ്. എന്നിട്ട് ആൻറ്റി കളിയാക്കുക കേട്ടോ, മരംകൊത്തി എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാട്ടോ അലീനയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. അത് അപ്പോഴേക്കും മനുവേട്ടനായിരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, വാ ആൻറ്റി നമുക്ക് പോവാം, നമ്മളെന്തിനാ വെറുതെ കട്ടുറുമ്പായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പോവാം കേട്ടോ. എന്നിട്ട് അലീനയും മനുവും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് മനുവേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ്, എറണാകുളത്താണോ എന്ന്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അതെ. മനുവേട്ടൻ എങ്ങനെ അറിഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് മനുവേട്ടൻ പറയുന്നുണ്ട്, അച്ഛൻ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ മേഡം അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ നമ്മളിവിടെ വന്നതെന്ന് പറയാണ്. അപ്പോൾ മനുവേട്ടൻ പറയുന്നുണ്ട്, ആ അറിഞ്ഞു എന്ന് പറയാണ്.